പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് മത്സരിക്കുക എന്ന് പറയുന്നത് 7 നിയോജക മണ്ഡലങ്ങളിൽ ഉൾക്കൊള്ളുന്ന പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുമ്പം മിക്കവാറും നമ്മുടെ കണ്ണൂർ ജില്ല തന്നെ വരും. 4 ഒഴികെ ബാക്കി 7 നിയോജക മണ്ഡലം. ഈ 7 നിയോജക മണ്ഡലങ്ങളിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ സമമാണെന്ന് പറയാൻ സാധ്യമല്ല. ഞാൻ ഈ കഴിഞ്ഞ 5 വർഷവും ശ്രദ്ധിച്ചത് അസമമായ വികസനത്തിൻ്റെ പ്രശ്നം പരിശോധിച്ചുകൊണ്ട് വികസനം എത്താത്ത മണ്ഡലങ്ങളിൽ കുറച്ച് കൂടുതൽ പരിഗണന കൊടുക്കുന്ന ഒരു സമീപനമാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, 235 കോടി രൂപയുടെ റോഡ് മാത്രം ഞാൻ ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 235 കോടി രൂപയുടെ റോഡ് ഞാൻ കഴിഞ്ഞ കാലങ്ങളെ എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ മണ്ഡലത്തിനകത്ത് അങ്ങനെ ഒരു 25-30 കോടിയിൽ താഴെ അല്ലാതെ ഒരു വലിയ ഒരു പദ്ധതിയൊന്നും കൊണ്ടുവന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ ഈ റോഡുകളിൽ ഏറ്റവും കൂടുതൽ റോഡ് ആർക്കാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ആളുകൾ അമ്പരന്ന് പോകും. UDF മെമ്പർമാർ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ് പേരാവൂരും ഇരിക്കൂറും. പക്ഷേ VG പത്മനാഭൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹമെല്ലാം എഴുതി തന്ന വാരപ്പീടിക മഞ്ഞളാമ്പുറം റോഡ് അതിന് കിട്ടിയത്, പേരാവൂരിൽ മണ്ഡലത്തിൽപ്പെടുന്ന ഈ റോഡിന് കിട്ടിയത് എത്രയാണ്? 15 കോടിയാണ്. 15 കോടി അതിൻ്റെ ടെൻഡർ ചെയ്ത് വർക്ക് അഗ്രിമെൻ്റ് വെച്ച് അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിപ്പം പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. ടീച്ചർ ഇങ്ങനെ പേരാവൂർ മണ്ഡലത്തിൽ എങ്ങനെയാണ് ഇത്ര വലിയ റോഡ് കൊടുത്തത്? അവിടുത്തെ ജനങ്ങളല്ലേ, അവിടുത്തെ ജനങ്ങൾക്ക് നമ്മൾ കൊടുക്കണ്ടേ? അവരല്ലേ ഏറ്റവും ബുദ്ധിമുട്ടുന്നത്. ഏറ്റവും യാത്ര ചെയ്യാൻ കഷ്ടപ്പെടുന്നവരാരാണോ അവർക്കാണ്. അവർ കോൺഗ്രസ് ആണോ, അവർ ലീഗാണോ, അവർ കേരള കോൺഗ്രസ് ആണോ എന്ന് നോക്കിയിട്ടല്ല. യാത്ര ചെയ്യാൻ ഗതാഗതത്തിന് ബുദ്ധിമുട്ടുന്ന പ്രദേശമേത്, അത് അതിപ്പോൾ 1, 2, 3 ഉണ്ടാവും. അപ്പം നമ്മൾ പ്രയോറിറ്റി അടിസ്ഥാനത്തിലാണ് നമ്മളത് ഏറ്റെടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഉളിക്കൽ പ്രദേശത്തും 2 റോഡ് കൊടുത്ത്, ഇരിക്കൂർ ഭാഗത്ത് 2 റോഡ് കൊടുത്തിട്ടുണ്ട്. പായത്ത് നമ്മൾ റോഡ് കൊടുത്തിട്ടുണ്ട്. 5 കോടിയുടെ റോഡ് അവിടെയുണ്ട്. 12 കോടിയുടേത് ഉളിക്കലുണ്ട്. അങ്ങനെ പേരാവൂരിൽ തന്നെ 3, 4 റോഡ്, ഇരിക്കൂർ മണ്ഡലത്തിൽ തന്നെ 3 റോഡുകളുണ്ട്. ഇതൊക്കെ കൂടാണ്ട് ഇരിക്കൂർ മണ്ഡലത്തിൽ കൊടുത്ത റോഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ രസകരമാണ്. 35 കൊല്ലമായിട്ട് ഒരു റീടാർ ചെയ്യാത്ത ഒരു PWD റോഡുണ്ട്. ആ റീടാർ ചെയ്യാത്ത PWD റോഡിൻ്റെ പേരെന്താണെന്നറിയോ? PWD റോഡാണ്. ഒരിക്കലും അവിടെ റീടാർ ചെയ്യാൻ ആൾ തയ്യാറാവാറില്ല. കാരണം അവിടെയുള്ള ജനപ്രതിനിധികളല്ലേ മുൻപ് എടുക്കേണ്ടത്. ഞാൻ വന്നപ്പോൾ, ഞാൻ തിരഞ്ഞെടുപ്പിന് നേരിട്ടപ്പോൾ അവിടെയുള്ള എല്ലാവരും നിവേദനം തന്നു, ഞങ്ങൾക്ക് ഈ കണിയാർ വയൽ, കാഞ്ഞിലേരി, തെരൂർ, ഉളിക്കൽ റോഡൊന്ന് ടാർ ചെയ്ത് തരണം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കെന്താ, നിങ്ങളത് മാത്രം അറിയില്ല, ഈ റോഡ് മാത്രം എടുക്കുന്നില്ല. ഞാൻ 14 വന്നിട്ട് 15 കൊടുത്തു, 16 കൊടുത്തില്ല. 16 ജൂൺ മാസത്തിൽ അധികാരത്തിൽ വന്ന LDF സർക്കാർ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ധനകാര്യമന്ത്രിയെ കണ്ടിട്ട് പറഞ്ഞു, വളരെയേറെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശത്തെ വലിയ 10-25 കിലോമീറ്റർ റോഡ്, ബസ് പോകുന്ന റോഡ് ഇപ്പം ബസ് പോകുന്നില്ല, ഇതിൽ ഉൾപ്പെടുത്തണം. ഞാൻ എഴുതി കൊടുത്തു എൻ്റെ ലെറ്റർ പാഡിൽ. അദ്ദേഹം അത് ഉൾപ്പെടുത്തി കിഫ്ബിയിൽപ്പെടുത്തി 62 കോടി രൂപയുടെ റോഡ്, ഒരു വളരെ വിശേഷാൽപ്പെട്ട ഒരു റോഡ്, ഡ്രെയിനേജ്, പൂന്തോട്ടം, ബസ് പാർക്കിങ്, ബസ് വെയിറ്റിംഗ്, അതെന്താ പറയുക, ബസ് വന്ന് നിർത്തുന്ന സ്ഥലം, ഇതൊക്കെ ആയിട്ട് 62 കോടി രൂപ കിഫ്ബിയിൽപ്പെടുത്തിയിട്ട് ടെൻഡർ ചെയ്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അതായത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയാണ് ഞാൻ പറയുന്നത്. ഇരിക്കൂറാണ് നോക്കിയിട്ട് തരാതിരുന്നില്ല. പക്ഷേ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുത്ത നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ റോഡ് പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കിഫ്ബിയിൽപ്പെടുത്തിയിട്ട് ഏറ്റവും കൂടിയ ഒരു തുകക്കുള്ള റോഡാണ്. അവിടെ തന്നെയാണ്. അപ്പം തളിപ്പറമ്പിൽ നിന്ന് ഇരിട്ടിയിൽ നിന്ന് തളിപ്പറമ്പ്, ഞാൻ ഇരിട്ടിയിൽ നിന്ന് തളിപ്പറമ്പ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. ഇരിട്ടിയിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് കുറച്ച് പേരാവൂരിൽ വരുമല്ലോ, വരുന്ന റോഡിന് 35 കോടിയാണ് പാസ്സായത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മാത്രം, അതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതില്ല. സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള 35 കോടി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 13ാമത്തെ റോഡ് പാസ്സായി. അവിടെ തന്നെ 2 റോഡുകൾ, ഏറ്റവും വലിയ റോഡുകൾ, 26 കോടിയുടെ റോഡ്, മറ്റൊന്ന് 22 കോടിയുടെ റോഡ്, 12 കോടിയുടെ റോഡ്, ഇതൊക്കെ അവിടെയുണ്ട്. ഇതൊക്കെ മലയോര മേഖലയിൽ എന്തിനാണ് ഞാൻ കൊടുത്തതെന്ന് ചോദിച്ചാൽ, മലയോര മേഖലയിലാണ് യാത്ര ചെയ്യുന്നതിന് ജനങ്ങൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ 10 കിലോമീറ്റർ മാത്രമേ മലയോര ഹൈവേയിൽ കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളൂ. ഇന്നിപ്പം നോക്ക്, എന്താ മലയോര ഹൈവേയുടെ പൂർത്തീകരണം എത്ര വേഗത്തിലാണ് നടന്നത്. ഈ പേരാവൂരിൻ്റെ ഭാഗമായിട്ട് തന്നെ പോകുന്നതാണല്ലോ ഇരിട്ടിയിലേക്കുള്ള തലശ്ശേരി
മറ്റേ KSTP റോഡ്, വളവുപാറ, തലശ്ശേരി വളവുപാറ റോഡ്. പക്ഷേ ചില ദിക്കിൽ ചില പ്രതിസന്ധി വരുന്നുണ്ടാകും. ഇപ്പോൾ ആ റോഡിലേക്ക് കൂടി നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്തൊരു സുഖമായിട്ടാണ് തോന്നുന്നത്. ഇത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇത് റോഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. ഞാൻ പേരാവൂർ മണ്ഡലത്തിലെ ഒരു കാര്യം പറയാം. 2010 9-ലോ 10-ലോ ആണ് നമ്മുടെ VS ഗവൺമെൻറ്റുള്ള കാലത്ത് ഞാനും ഒന്ന് മന്ത്രിയായിരുന്നു. ആറളം ഫാമിലെ ഒരു സ്കൂൾ അനുവദിച്ചു. ആ സ്കൂളിൻ്റെ ആ പഴയ കെട്ടിടം അതുപോലെ ഹൈസ്കൂളാക്കി അപ്ഗ്രേഡ് ചെയ്തു എന്ന് മാത്രം ഒരു സൗകര്യമില്ല. ഞാൻ 2014 വന്നിട്ട് അവിടെ പോയി നോക്കുമ്പം അതിദയനീയമാണ്. പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്നതാണ്. 2014 ഞാൻ കൊടുത്തു, 2015 കൊടുത്തു അപേക്ഷ. ഇല്ല. 2016 LDF ഗവൺമെൻറ് വന്നതിന് ശേഷം ഞാൻ ആ ബജറ്റ് കഴിഞ്ഞതിന് ശേഷം 2017 ഒരു നിവേദനം കൊടുത്തു. ഈ സ്കൂൾ റെസിഡൻഷ്യൽ സ്കൂളാക്കണം, അപ്ഗ്രേഡ് ചെയ്യണം, +2 +1 ആക്കണം, കുട്ടികൾ പഠിക്കാൻ പോകുന്നില്ല. LDF ഗവൺമെൻറ് വന്നതിന് ശേഷം കേരളത്തിൽ ആദ്യമായിട്ട് ആറളം ഫാം ഹൈസ്കൂള് അപ്ഗ്രേഡ് ചെയ്തു. ഈ വർഷം +1 പോകുന്നു. റെസിഡൻഷ്യൽ സ്കൂളാക്കി നമ്മുടെ മന്ത്രി AK ബാലൻ അത് റെസിഡൻഷ്യൽ സ്കൂളാക്കി. ഈ കണ്ണൂർ ജില്ല പേരാവൂർ മണ്ഡലത്തിനകത്ത് നമ്മുടെ ഗവൺമെൻറ് വന്നിട്ട് ഞാൻ എഴുതി കൊടുത്ത നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞ് ഉത്തരവിലുണ്ട്. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ, ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യം. പേരാവൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ, കുടിവെള്ള പദ്ധതി, റോഡ്, സ്കൂളിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ. ഇപ്പം പേരാവൂർ ആശുപത്രിക്ക് ഒരു ആംബുലൻസ്, ഇപ്പം ഞാനൊരു MP ആയിട്ട് വരുന്നതിന് കാത്തിക്കണമായിരുന്നു. ഒരു പേരാവൂരിനൊരു ആംബുലൻസിന് രാജൻ ഇവിടെ നിൽക്കുന്നുണ്ട്. രാജൻ്റെ എല്ലാം വളരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയത് മുതൽക്ക് രാജൻ ഇവിടെ ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ MP ആയി വന്നപ്പോൾ പറഞ്ഞു എന്തായാലും ഞങ്ങൾക്ക് ഒരു ആംബുലൻസ് വേണം. നമ്മുടെ കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് ഏറ്റവും നല്ല ലൈഫ് സേവിങ് ആംബുലൻസാണ്. അഡ്വാൻസ്ഡ് മെഷീൻ ഉള്ള ജില്ലയിലെ ഏക ആംബുലൻസാണ് ഞാനിപ്പോൾ MP ഫണ്ടിൽ നിന്ന് കൊടുത്തത്. അവിടെ തന്നെ 47 ലക്ഷം ഡയാലിസിസ് മെഷീൻ വാങ്ങിക്കൊടുത്തു. എന്ന് പറഞ്ഞാൽ നമ്മൾ ജനങ്ങൾക്ക് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്ന ഉപകാരപ്രദമായ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കിയിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ഞാൻ ഈ 5 വർഷക്കാലവും അത് ചെയ്യാനാണ് ശ്രമിച്ചത്. അത് ജനങ്ങൾക്കറിയാം, ജനങ്ങൾക്കത് നല്ലപോലെ അനുഭവവേദ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നിടത്തൊക്കെ തന്നെ ആബാലവൃദ്ധം ജനങ്ങളുണ്ട്. അത് മലയോര മേഖലയിലുമുണ്ട്, അങ്ങ് തീരപ്രദേശത്ത് അഴീക്കോടുമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? LDF വരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അത് LDF സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളും അവർക്ക് അറിയാം. ഞാൻ LDFിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ കണ്ണൂർ മണ്ഡലത്തിൽ മറ്റൊന്നും നോക്കാതെ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് വലിയ ഒരു ഭൂരിപക്ഷം നമ്മുടെ മണ്ഡലത്തിൽ LDFിന് ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.